ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടൈലറിംഗ് ക്ലാസ് നമ്പർ 59 ആണ്. ഉടുപ്പടിക്കുന്ന അതിൽ നമ്മൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇൻവിസിബിളായിട്ട് നമ്മൾ ബോഡി ക്ലോസ് ചെയ്യുക, ഇൻവിസിബിളായി സിബ് വെക്കുക, നമ്മുടെ തയ്യൽ തുമ്പ് എവിടെയും കാണില്ല. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ എങ്ങനെ തയ്ക്കാമെന്നാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഫ്രോക്കൊക്കെ അടിക്കാൻ അറിയാം അല്ലേ? എന്നെക്കാട്ട് നന്നായി അടിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ അത് ഇതുപോലെ ഉള്ളിൽ റെഡിമെയ്ഡ് പോലെ ഉള്ളിൽ തയ്യൽ തുമ്പില്ലാതെ ഷോൾഡറിൻ്റെ അവിടെ, ബോഡി ക്ലോസ് ചെയ്യുന്ന അവിടെ, പ്ലീറ്റ് നമ്മളുടെ ഞൊറി അതായത് വയ്ക്കുന്ന ആ ഭാഗത്ത്, യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ അതൊന്നും തയ്യൽ തുമ്പില്ലാതെ ഇങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സിബൊക്കെ കണ്ടോ, ഒരു രീതിയിലും ഇതിൽ ഒരു തയ്യൽ തുമ്പും പുറത്ത് കാണില്ല. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കാൻ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഇത് റെഡിമെയ്ഡ് ഫിനിഷിങ്. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കാശ് സമ്പാദിക്കേണ്ടവർ ഈ ഒരു 5 കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും. ഉറപ്പാണ്. ഈ ഫ്രോക്ക് ബിസിനസ് നമ്മൾ ചുരിദാർ പോലെയല്ല, നല്ലവണ്ണം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഫിനിഷിങ് ഉണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്രേപ്പാണ്, ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം. ഞാനിപ്പോൾ നെറ്റിന് പകരം വിചിത്ര സിൽക്ക് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് പകരം ഇത് സാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സാറ്റിനല്ല, ക്രേപ്പ്. ഞാനിപ്പോൾ ഒരു 4 വയസ്സ് കുട്ടിയുടെ അളവിലാണ് ഇതെല്ലാം കട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ചാർട്ട് നോക്കിക്കുക. ഈ ചാർട്ട് നിങ്ങളൊന്ന് സൂം ആക്കിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് വയ്ക്കുക. അപ്പോൾ യോക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിന് ഒരു 4 ഇഞ്ച് വീതി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് യോക്കിൽ ഫ്രണ്ടിൽ യോക്ക് 2 ലൈനിങ്, ബാക്കിലും യോക്ക് 2 ലൈനിങ്, ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 ലൈനിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ. അതായത് ബാക്ക് പോർഷനിൽ നിന്നും ഒരു 4 ഇഞ്ച് ഉള്ളിലോട്ടാക്കി വേണം ഫ്രണ്ട് പോർഷൻ വെക്കാനായിട്ട്. അതായത് മൊത്തം 6 പീസ് ഉണ്ട്. ഒരു പീസ് ബാക്കിട്ട്, ഒരു പീസ് ഫ്രണ്ടിൽ, 2 ലൈനിങ്ങുകൾ. അപ്പോൾ അതായത് 2 ലൈനിങ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 2 ലൈനിങ്, ബാക്ക് 2 ലൈനിങ്, അപ്പോൾ ടോട്ടൽ 6 പീസ് വരും. അപ്പോൾ നെക്ക് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്ന പോലെ 1.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും 3.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ബാക്ക് പോർഷൻ മാത്രം ഞാൻ നടുക്ക് വെച്ചിട്ട്, നമ്മൾ എക്സ്ട്രാ ഓൾറെഡി സിബ് വെക്കാൻ എടുത്തിട്ടുണ്ട്, അത് നടുക്ക് വെച്ച് കട്ട് ചെയ്യും. ഇനി ഫ്രണ്ട് പീസിൽ നമ്മൾ നല്ല വശത്തിൻ്റെ, അതായത് ഫ്രണ്ടിൽ യോക്കിൻ്റെ ഉൾവശത്ത് നമ്മൾ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻ ലൈനിങ്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാം. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലൈനിങ് ഫ്രണ്ട് പീസിൻ്റെ ഉൾവശത്ത് വെച്ച് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ ബാക്കിൽ 2 പീസ് ഉണ്ടാവുമല്ലോ, അതായത് സിബ് വരുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഉൾവശത്ത്, അതായത് ചീത്ത വശത്ത് ഒരു ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഞാനിവിടെ ഇത് ഇങ്ങനെ മേലെയും താഴെയും വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാനത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇത് കണ്ടോ, അതൊക്കെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇതിൽ ഇത് ഒറ്റ പീസാക്കി നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് മെയിൻ ലൈനിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും വെച്ച് ഷോൾഡർ കൂട്ടിയടിച്ചിട്ടുണ്ട്. ഷോൾഡർ കൂട്ടിയടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് ആണ്, അതായത് വേറൊരു ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട്. ആ വേറൊരു ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്കിൻ്റെ 2 പീസും നമ്മളിങ്ങനെ വെച്ച ശേഷം അതിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, തയ്യൽ തുമ്പുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ എടുത്ത മെയിൻ പീസും അതിൻ്റെ ലൈനിങ്ങും കൂടെ നമ്മൾ യോജിപ്പിച്ച് ഒറ്റ പീസാക്കില്ല, അത് നല്ല വശം വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറെ ലൈനിങ് നമ്മളിപ്പോൾ ചെയ്തില്ലേ, അത് നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച ശേഷം അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്തിൻ്റെ ഇവിടെ മാത്രം ഒരു 1/2 ഇഞ്ച് 2 സൈഡും വിടണം. ആം ഹോൾ ഫുൾ 2 സൈഡും അടിച്ചു കൊടുക്കുക. അത്ര അടിക്കാൻ പാടില്ല, ബോഡി പഠിക്കരുത്. 2 ആം ഹോളും കഴുത്തും അടിക്കണം. പക്ഷേ കഴുത്തിൻ്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ടാണ് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്കിതിനെ തയ്യലിൽ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേസിക് ടൈലറിങ് അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കൈക്കുഴിയും കഴുത്തും മാത്രമാണ് ലൈനിങ് നല്ല വശത്തിൻ്റെ മേലെ ലൈനിങ് വെച്ച് അടിച്ചിരിക്കുന്നത്.
ഇനി നമുക്കിത് ഇതങ്ങോട്ട് തിരിച്ചിടാം. ഇങ്ങനെ വലിച്ചങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി കേട്ടോ. തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും. ഇതൊക്കെ ഫ്രോക്ക് തയ്ക്കുന്നവർക്ക് അറിയാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ നമ്മളത് തയ്ച്ച് ഇങ്ങനെ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ എവിടെയെങ്കിലും നമുക്കിത് കറക്റ്റായിട്ടില്ല, പക്ഷെ നമ്മളൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കാം. പകുതി തയ്ക്കൽ പകുതി അയണിങ്, അതാണ് മെയിനായിട്ട് നമുക്ക് തയ്ക്കണവരുടെ ഇതിൽ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പീസുകൾ, അതായത് ഫ്രണ്ടും ബാക്കിൻ്റെയും മെയിൻ പീസ് മാത്രം എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കിൻ്റെയും ലൈനിങ് ഞാൻ മേൽവശത്തേക്ക് ഇങ്ങനെ ആക്കി വയ്ക്കുക. അത് കണ്ടോ, നല്ല വശം ചേർത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ലൈനിങ് പീസ് രണ്ടും മേൽവശത്തും മെയിൻ പീസ് താഴ്ത്തിക്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് അടിക്കാതെ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് അടിക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം, കാരണം ഈ മെറ്റീരിയലൊക്കെ നൂല് പിഞ്ഞു പോകുന്ന മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ബോഡി ക്ലോസ് ചെയ്യുന്നത് 2 സൈഡും. ഓക്കെ, ഈ വീഡിയോ സ്പീഡായിട്ട് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കാണുന്നവർക്ക് ഇത് സ്ലോ ആക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 സൈഡും അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നമ്മളൊന്ന് കറക്റ്റ് ആക്കി സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് ബോഡി ജോയിൻ ചെയ്ത തയ്യൽ തുമ്പോ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പോ ഒന്നും നമുക്ക് കാണില്ല കേട്ടോ. അതെ കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതെ. പക്ഷെ ലൈനിങ് അതായത് രണ്ടാമത് അറ്റാച്ച് ചെയ്ത ലൈനിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. അതെ, പക്ഷേ നോക്കിക്കേ, ഇതിൽ എവിടെയെങ്കിലും തയ്യലുകളോ കാണുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കണം ലാസ്റ്റ്. ഇപ്പം നമുക്ക് അങ്ങനെ നിൽക്കുള്ളൂ, സാരമില്ല, നമുക്കതൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇതേ കണ്ടോ, ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രേപ്പ് ലൈനിങ് ആണ് സ്കേർട്ടിന് എടുത്തിരിക്കുന്നത്. പിന്നെ സ്കേർട്ടിന് മെയിൻ പീസായിട്ട് വിചിത്ര സിൽക്കും. അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. വിചിത്ര സിൽക്കിൻ്റെ അടിവശം ഓൾറെഡി കരഭാഗം വരുന്നതാണ്, അത് ലാസ്റ്റ് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, അതായത് ഈ ലൈനിങ്ങിൻ്റെ പീസിൽ ബോഡിയുടെ ലൈനിങ് പീസിൽ സ്കേർട്ടിൻ്റെ ലൈനിങ് പീസ് ജോയിൻ ചെയ്യണം. ഓക്കെ, ഇനി മെയിൻ പീസിൻ്റെ അതായത് മെയിൻ പീസിൻ്റെ ഭാഗത്ത് നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ പീസ് ജോയിൻ ചെയ്യണം. അതെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. അതെ, ഇപ്പം അടിയിൽ ലൈനിങ് മേൽവശത്ത് ഇങ്ങനെ വരുന്നത് കണ്ടോ. അതെ, ലൈനിങ് ഞാൻ സെപ്പറേറ്റ് ആക്കി ഇട്ടു, മെയിൻ പീസ് മേലേക്കാക്കിയിട്ടുണ്ട്. എന്നിട്ട് ദേ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ, അതായത് മെയിൻ പീസിൻ്റെ നല്ല വശത്ത് വിചിത്ര സിൽക്ക് വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ബോഡിയുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് സ്കേർട്ടിൻ്റെ ലൈനിങ് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച് നമ്മൾ ഇതിങ്ങനെ പ്ലീറ്റ് കണ്ടോ, അതിനനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് അതായത് ഈ സൈഡ് തൊട്ട് ആ സൈഡ് വരെ, അതായത് ആദ്യം ബാക്കിൽ നിന്ന് വരും, പിന്നെ ഫ്രണ്ട് പീസ്, പിന്നെ ബാക്ക് പീസ്, അങ്ങനെ ആയിരിക്കുമല്ലോ വരിക. അങ്ങനെ ലൈനായിട്ട് നമ്മൾ വെച്ച് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ചെയ്തെന്ന് മനസ്സിലാക്കി തരാം. അത് കണ്ടോ, അതെ കണ്ടോ, ഇങ്ങനെ നിൽക്കും. അതായത് മെയിൻ പീസ് അടിയിൽ, ലൈനിങ് മേലെ. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ സിബ് വെക്കുന്ന പരിപാടിയാണ് ചെയ്യേണ്ടത്. നോക്കിക്ക്, ഇവിടെ എവിടെയെങ്കിലും തയ്യൽ തുമ്പുണ്ടോ? ഇല്ല, തയ്യൽ തുമ്പ് നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെയാണിത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കഴുത്തിൻ്റെ അവിടെ നമ്മൾ ചെയ്യണ സമയത്ത് ഒരു അര ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട് കണ്ടോ. കഴുത്തിൻ്റെ അവിടെ ആ ലൈനിങ്ങിൻ്റെ, അതായത് പുറകിൽ ബാക്ക് നെക്കിൻ്റെ അവിടെ നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടുണ്ട് സിബ് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് കാര്യം വളരെ ശ്രദ്ധിച്ച് കണ്ടോളും. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. ലൈനിങ്ങിന് നമ്മൾ, അതായത് സിബ് വെക്കാൻ വേണ്ടി ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. തുണിയുടെ നല്ല വശം എടുക്കുക, സിബ് ഇങ്ങനെ തുറന്ന് വെക്കുക. ഓക്കെ, സിബ് ഇങ്ങനെ തുറന്ന് വെച്ച ശേഷം അതിനെ ഇങ്ങനെ തിരിച്ചിട്ട് വേണം നമ്മുടെ കണ്ടോ, ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളുടെ ഫ്രോക്കിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെക്കണം. നല്ല വശത്ത് മേലെ വെക്കുമ്പോൾ അടിയത്തെ ലൈനിങ്ങിൽ കൂടെ അടിച്ചു വിടരുത്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് ഞാൻ നേരത്തെ ബാക്ക് നെക്കിൻ്റെ ഇവിടെ ഇതിങ്ങനെ വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലൈനിങ് ജോയിൻ ചെയ്യുന്ന അവിടെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിനെ അങ്ങ് മൊത്തത്തിൽ അടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് മെയിൻ പീസിൽ മാത്രം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സിബ് ആദ്യം ഒരു സൈഡ് അടിക്കുക, അതിനുശേഷം മറ്റേ സൈഡ് അടിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ സിബ് വെക്കുന്നത്, ബോഡി ക്ലോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷോൾഡർ ജോയിനിങ്, പിന്നെ നെക്ക് ഫിനിഷിങ്, പിന്നെ അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇതുപോലൊരു ഫ്രോക്ക് അതിൻ്റെ ഉൾവശം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നല്ല ഇതൊന്ന് ചെയ്തു നോക്കിക്കേ, നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടും. നമ്മളെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ ട്രൈ ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കുക. ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ലൈനിങ് മാറ്റിയിട്ട് മെയിൻ ക്ലോത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ അറ്റാച്ച് ചെയ്ത ലൈനിങ്ങിൽ നമ്മൾ സിബ് വെച്ചിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ
ഇത് നോക്കിക്കോ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നോക്കിക്കോ ഇപ്പോൾ നമുക്കൊരു സൈഡ് സെറ്റായിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റേ സൈഡിൽ നമ്മൾ ഈ സിബ് ലൈനിങ് മാറ്റി കണ്ടോ, ഞാനിപ്പോൾ ലൈനിങ് എടുത്ത് അങ്ങോട്ട് മാറ്റി, എന്നിട്ട് സിബിൻ്റെ ഒരു തല വെച്ച് മറ്റേ തല എടുത്തിട്ട് നമ്മളുടെ ക്ലോത്തിൻ്റെ നല്ല ബാക്ക് നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു വരാം. അപ്പോൾ വീഡിയോ ഞാൻ ഈ സിബിൻ്റെ പോർഷനൊക്കെ തയ്ച്ച് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും തയ്ച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. എൻ്റെ ഈ മെഷീൻ്റെ കാര്യം അറിയാലോ, നമ്മളിപ്പോൾ ജാക്കും ഉഷയുടെ വലിയ പവർ മെഷീൻ ഉപയോഗിക്കുന്ന ലെവല് ഈ ടേബിൾ ടോപ്പിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റേതൊന്നും തയ്ക്കുന്ന പോർഷൻ കാണിക്കാതെ ഇരിക്കുന്നത്. ഇപ്പോൾ സിബ് വയ്ക്കുന്ന ഭാഗം നോക്കിക്കുക, നല്ല വശത്തിൻ്റെ മേലെ സാധാരണ നമ്മൾ സിബ് വയ്ക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിൽ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. ലൈനിങ് നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കണം. ഇനി ആ ലൈനിങ്ങിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളത് ഇതുപോലെ അടിച്ച് വരിക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബർത്ത്ഡേ ഫ്രോക്കൊക്കെ ഇതുപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിൽ എന്താണ് സാറ്റിൻ റിബൺ വെച്ച് റോസ് അങ്ങനെ ഫ്ലവറുകളൊക്കെ ഇതൊക്കെ നമ്മളെ ഇതുപോലെ ചെയ്യാം കേട്ടോ. നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ സിബ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ നമ്മൾ ലൈനിങ് ഇനിയാണ് ആ ലൈനിങ്ങിന് എടുക്കുക. ഇനി ആ ലൈനിങ്ങിനെ ഇങ്ങനെ കണ്ടോ, ഉൾവശത്തെ ലൈനിങ് മേലേക്ക് എടുക്കുക. മേലെക്കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഒരു 1/2 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ അവിടെ വിട്ടിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ നല്ല വശത്തേക്ക് ഉൾവശത്തെ ലൈനിങ്ങിന് നമ്മൾ ബാക്ക് സൈഡിലെ ലൈനിങ്ങിന് നമ്മൾ സിബിൻ്റെ മേലത്തേക്ക് വെച്ച ശേഷം ആദ്യം കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് തയ്ച്ച് നേരെ നമ്മൾ സിബിലോട്ടേക്ക് ഇറങ്ങി വരാം. അല്ലാന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം കുത്തി തുടങ്ങും കുട്ടികൾക്ക് ഇടുമ്പോൾ. അതുകൊണ്ടാണ് ഇത് കണ്ടോ, അതേ നോക്കിക്കേ ഈ ലൈനിങ്ങിനെ കണ്ടോ, അതേ ഇങ്ങനെ നല്ല വശത്തിൻ്റെ മേലത്തേക്ക് ഞാൻ ഇങ്ങനെ ആക്കുക. അതായത് സിബിൻ്റെ മേലത്തേക്ക് ലൈനിങ്ങിനെ, അതായത് ഉൾവശത്തെ ലൈനിങ്ങിനെ നമ്മൾ മേലെ കൂടെയാണ് നമ്മൾ എടുത്തിട്ട് കഴുത്തിൻ്റെ ഭാഗത്തൂടെ നമ്മൾ എടുത്ത് ആ സിബ് നമ്മൾ എവിടം വരെ ജോയിൻ ചെയ്തോ അവിടം വരെ നമുക്ക് തയ്ച്ച് വരാം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. ഇതോടുകൂടി തന്നെ കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു രീതിയിലും ഇതിൽ തയ്യൽ തുമ്പ് കാണില്ല, കുട്ടികൾക്ക് ചൊറിയില്ല, പിന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഉൾവശത്ത് പോവും ഈ പ്രത്യേകിച്ച് സാറ്റിൻ ക്രേപ്പ് തുണികളൊക്കെ. അപ്പോൾ നോക്കിക്കേ, ഇത് ഒരു സൈഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും നമ്മൾ ലൈനിങ് മേലെ വെക്കണമാണ് ഇപ്പം ചെയ്ത പോലെ. കണ്ടോളൂ, ഇത് കണ്ടോ, അതെ നോക്കിക്കേ, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഇങ്ങനെ ചെയ്ത് വന്ന്. അതായത് ഇപ്പോൾ സിബിൻ്റെ മേലെയാണ് ഞാൻ ലൈനിങ് വെച്ചിരിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് കഴുത്തിൻ്റെ ആ ഒരു യു നെക്ക് കഴുത്തിലേക്ക് നമ്മൾ ടേൺ ചെയ്ത് കണ്ടോ ഇത്രയും കൂടി ചരിച്ച് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനെ നമുക്കങ്ങ് ഒന്നും ചെയ്യണ്ട. അതായത് നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഒരു കുടയങ്ങ് കുടയുമ്പോൾ നമുക്കിതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് വരും. ഇത് കണ്ടോ, ലൈനിങ് ഉൾവശത്തേക്കും പോകും, മെയിൻ പീസ് ഇതായി നിൽക്കും, നെക്ക് ഇങ്ങനെ നിൽക്കും. നോക്കിക്കേ, കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് കണ്ടോ, നോക്കിക്കേ. ഇനി നമുക്ക് വീണ്ടും അടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. കണ്ടോ, വീണ്ടും നമുക്ക് ഉൾവശം എടുത്ത ശേഷം ഇതിൽ നോക്കിക്കേ, നമ്മൾ എവിടം വരെ സിബ് സ്റ്റിച്ച് ചെയ്തു ബാക്കിയുള്ള ഭാഗമില്ലേ അതിൽ ലൈനിങ്ങിൻ്റെ 2 തുമ്പുകളും വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. മെയിൻ പോർഷൻ്റെ രണ്ട് തുമ്പുകളുണ്ടാവും ബാക്ക് വശത്ത്. ആ 2 ഇതും കൂടി നമ്മൾ ജസ്റ്റ് അടിച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ അത് അടിച്ച് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമോ അത് ചെയ്യുമ്പോൾ, കാരണം അത്യാവശ്യം നമ്മൾ ചെയ്യുന്നവരായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ സിബ് നമ്മളിങ്ങനെ എടുത്ത് സെറ്റാക്കി ഞാനിപ്പോൾ അതിന് 2 വള്ളികളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇതിൽ തയ്യൽ തുമ്പുകൾ എവിടെയും നമുക്ക് കാണില്ല. എല്ലാം ഇൻവിസിബിൾ ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ്. അതായത് എല്ലാം ഉള്ളിലോട്ടേക്ക് ആണ് പോയിരിക്കുന്നത്. കണ്ടോ, നെക്കിൽ പോലും ഒരു തയ്യലില്ല, കൈക്കുഴിയുടെ അവിടെ ഒരു തയ്യലില്ല, പിന്നെ നമ്മൾ സ്കേർട്ട് പ്ലീറ്റ് അറ്റാച്ച് ചെയ്യണ സമയത്ത് അതിലും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടിയൊക്കെ മടക്കി എല്ലാം സെറ്റാക്കണം. നമുക്കതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നടുക്ക് പേളൊക്കെ വെക്കണം. ഒന്നും കൂടി ഞാൻ തുറന്ന് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് നടുക്ക് ഞാൻ പേൾ സെറ്റിംഗ് മെഷീൻ വെച്ചിട്ട് പേൾ വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ.
അതെ, ഇനി ഞാൻ നോക്കിക്കേ ആ ഒരു റെഡി ഒന്ന് നല്ലോണം അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല. നന്നായി നമ്മൾ വേറൊരു ന്യൂസ് പേപ്പർ ഇതിൻ്റെ മേലെ വെച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ പൊളി പോവും. ദേ നോക്കിക്കേ, ഇപ്പം നോക്കിക്കേ ഉള്ളിൻ്റെ ഫിനിഷിങ് ഉണ്ടോ. അപ്പോൾ ഇത് ടൈലറിംഗ് ക്ലാസ് നമ്പർ 59 നോക്കിക്കേ ഉൾവശത്തിൻ്റെ ഫിനിഷിങ്. പേൾ സെറ്റിംഗ് മെഷീൻ്റെ അത് വെച്ചിട്ടുള്ള ആ ഒരു പേളാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ അതേ ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കേ ഇതിൻ്റെ ഉൾവശത്തെ സിബിൻ്റെ ഭാഗം, ഉൾവശം ഭാഗം, പിന്നെ ദേ ആ പ്ലീറ്റ് അറ്റാച്ച് ചെയ്തത്, ഷോൾഡറ്, കൈക്കുഴിയുടെ ഭാഗം കണ്ടോ. ഒരു ഭാഗത്തും നമുക്ക് തയ്യൽ തുമ്പ് കാണില്ല. റെഡിമെയ്ഡ് പോലത്തെ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. നിങ്ങൾ ഇതുപോലെ തയ്ച്ച് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങിൽ ഉൾവശത്ത് ആ ഫിനിഷിങ് നോക്കാം. റെഡിമെയ്ഡിൻ്റെ സെയിം ഇതാണ് ഒരുപാട് വീട്ടമ്മമാർ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. കട്ടിങ് വീഡിയോ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ചാർട്ട് പ്രകാരമാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അളവുകൾ 4 വയസ്സ് കുട്ടീൻ്റെ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്യണേ.